എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ നിത്യവും ഇടിയപ്പം തയ്യാറാക്കാറുണ്ട്. എങ്കിൽ തന്നെ നമ്മുടെ പൊടി കുഴച്ചെടുക്കാനായിട്ട് കുറച്ചൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എങ്കിൽ നിങ്ങൾ ഇതുവരെ ഇതുപോലൊരു സൂത്രം ചെയ്ത് നോക്കിയില്ലെങ്കിൽ ആർക്കും ധൈര്യമായിട്ട് തന്നെ പരീക്ഷിച്ച് നോക്കാൻ പറ്റിയ നല്ലൊരു പാചക രീതിയാണ് നമ്മുടെ വീഡിയോയിൽ കൂടെ ഞാനിന്ന് കാണിച്ചു തരുന്നത്. പാല് പോലെ നിറമുള്ളതും പഞ്ഞിക്കെട്ട് പോലെ സോഫ്റ്റ് ആയിട്ടുള്ളതുമായ ഇടിയപ്പം മാവ് തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഇതുപോലൊരു ഇടിയപ്പം തയ്യാറാക്കി എടുക്കാനുള്ള മാവ് കുഴച്ചെടുക്കുന്നതും വളരെ എളുപ്പത്തിലാണ്. നിത്യവും നമ്മുടെ വീടുകളിൽ തയ്യാറാക്കുന്ന രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മുടെ കൈയൊന്നും പൊള്ളിക്കാതെ വളരെ എളുപ്പത്തിൽ തന്നെ മാവ് കുഴച്ചെടുക്കാനുള്ള ഒരു പാചക രീതിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കൂടെ ഞാൻ കാണിച്ചു തരുന്നത്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടെന്ന് ചേച്ചിയെ സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ വിലയേറെ ലൈക്കുകൾ തരാനും മറക്കില്ലേ. അപ്പോൾ എങ്ങനെയാണ് രാവിലെ ഉണ്ടാക്കുന്ന ഇടിയപ്പം വൈകിട്ടായാലും പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്ന പാചക രീതിയെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ കണ്ടു നോക്കിയാലോ. ഇന്ന് നമുക്ക് പഞ്ഞിക്കെട്ട് പോലുള്ള ഇടിയപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് വറുത്ത നൈസ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പൊടി ഇതേ ബൗളിലേക്കൊന്ന് മാറ്റാം. ഞാനിപ്പോൾ 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റിയാണ് ആവശ്യമെങ്കിൽ കൂടുതൽ അളവിൽ എടുക്കാവുന്നതാണ്. പൊടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പാത്രം എടുത്തൊന്ന് മാറ്റിയതിന് ശേഷം ഇതേ പാനിലേക്ക് 1 കപ്പിന് 1.25 കപ്പ് എന്ന അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ അളന്നെടുക്കുന്ന പൊടിയുടെ ഏതു പാത്രമായാലും അതിൻ്റെ 1.25 കപ്പ് അളവിലായിരിക്കണം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ 3.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതേ വെള്ളത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടിയിൽ നിന്നും 1/4 കപ്പ് പൊടി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇടിയപ്പത്തിന് ആവശ്യമായ ഉപ്പ് ചേർക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ തന്നെ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. കട്ടകളൊന്നും ഉടഞ്ഞു വരുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു വെള്ളം നല്ല പോലെ ലൂസായി വന്നിട്ടുണ്ടാകും. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ട് അടുപ്പിലേക്ക് ഈ ഒരു പാൻ മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് ചെറിയ തീയിൽ വെച്ച് കൊടുത്തിട്ട് പൊടി നല്ല പോലെ ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കാവുന്നതാണ്. നമ്മൾ ഇടിയപ്പമൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ നല്ല പോലെ തിളച്ച വെള്ളത്തിലാണ് കുഴച്ചെടുക്കാറ്. ഇനിയിപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണേ. രാവിലെ ഉണ്ടാക്കുന്ന ഇടിയപ്പം വൈകിട്ടായാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് കഴിക്കാൻ പറ്റുക. മാവ് കൈകൊള്ളാതെ തന്നെ കുഴച്ചെടുക്കാനും വളരെ തന്നെ എളുപ്പമാണ്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് പാചകം പഠിച്ചു തുടങ്ങിയ കുട്ടികൾക്ക് വരെ ഇത് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാനും സാധിക്കും. ഇപ്പത്തിൽ തന്നെ നമ്മുടെ പൊടി ഒന്ന് കുറുകിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കുറുകിയാൽ മാത്രം പോരാ, നല്ല പോലെ തന്നെ ഈ ഒരു വെള്ളം ഒന്ന് തിളച്ച് കിട്ടണം. വെള്ളം തിളച്ച് വരുമ്പോഴേക്കും നല്ല കട്ടിയായിട്ട് മാറിക്കിട്ടുണ്ടാവും. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ പൊടി ഇവിടെ ഇതുപോലെ ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം പൊടി നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചുകൂടെ കൊടുക്കാം. വെള്ളം എല്ലാം വറ്റി നമ്മുടെ പൊടി നല്ല രീതിയിൽ തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ സാധിക്കും. ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾ പൊടി ഇതുപോലെ ചേർത്ത് ഇളക്കി കൊടുക്കുമ്പോൾ വെള്ളം പോരായ്മ വരുവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ പൊടി നല്ലതായിട്ട് തന്നെ ലൂസായും കിട്ടുന്നതാണ്. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുവാണെങ്കിൽ നമ്മുടെ കൈയൊന്നും പൊള്ളാതെ കൈകൊണ്ട് ഒരുപാട് നേരം കുഴച്ചെടുക്കാതെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മാവ് നല്ല ലൂസായിട്ട് തന്നെ കുഴച്ചെടുക്കാൻ പറ്റുന്നതാണ്. നമ്മളിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് കൊണ്ട് ഒരു തരി പോലും അടിയിൽ പിടിക്കാതെ തന്നെയാണ് കുഴച്ചെടുത്തിട്ടുള്ളതും. ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് കുഴച്ചിട്ട് മാവൊന്ന് മയം വരുന്നതിനായിട്ടൊന്ന് മൂടിയും കൂടി വെച്ചു കൊടുക്കാം. ഒരു 10 മിനിറ്റ് നേരം മൂടി വെച്ച പൊടി ഞാനിവിടെ ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട്. ഈ ഒരു സമയത്തും നമ്മുടെ പൊടി നല്ല മയത്തിൽ തന്നെയാണ് നമുക്ക് കുഴച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. നമ്മളിന്ന് കുഴച്ചെടുത്തിട്ടുള്ള ഈ ഒരു പൊടി അധികം ഒന്നും മയത്തിലൊന്നും കുഴച്ചെടുക്കേണ്ട ഒരാവശ്യവും ഇല്ല. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിതുപോലെ ബോൾസുകളാക്കി മാറ്റാവുന്നതാണ്. കണ്ടല്ലോ, വളരെ എളുപ്പത്തിലല്ലേ നമ്മൾ ഈ മാവ് കുഴച്ചെടുത്തിട്ടുള്ളത്. തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ പൊടി കുഴച്ചെടുക്കുമ്പോൾ നമ്മുടെ കൈയൊക്കെ പൊള്ളി വരാനൊക്കെ സാധ്യത വളരെ തന്നെ കൂടുതലാണ്. ഇനി നമുക്ക് ഓരോ ബോൾസുകളായിട്ട് പൊടിയെ ഒന്ന് പകുത്തു മാറ്റാം. അങ്ങനെ നമ്മുടെ പൊടി ഇതേ ഒരു രീതിയിലേക്ക് ഞാനൊന്ന് പകുത്തു മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കുടൻ തന്നെ ഇടിയപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. ഇനി ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് ഒരു വാഴയില ഒന്ന് വെച്ച് കൊടുക്കാം.
വാഴയിലയുടെ മേളിലായിട്ട് നമുക്ക് കുറച്ച് നാളികേരം കൂടി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കണം. നാളികേരം ചേർക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു സേവനാഴിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മാവൊന്ന് വെച്ച് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടിയപ്പം കറക്കിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അല്പം വലുതായിട്ടാണ് ഇതുപോലെ ഒന്ന് കറക്കിയെടുത്തിട്ടുള്ളത്. ആദ്യം ഇടിയപ്പം മാറ്റി വെച്ച് കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതുപോലെ മാവൊന്ന് കറക്കിയെടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. വളരെ എളുപ്പത്തിലാണ് ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ കാറ്ററിംഗ് യൂണിറ്റ് ഒക്കെ തുടങ്ങിയ ആൾക്കാർക്കും ഈ ഒരു സൂത്രം നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മളിന്ന് തയ്യാറാക്കുന്ന ഈ ഒരു ഇടിയപ്പം വളരെ സോഫ്റ്റ് ആണ്. അതും വളരെ പഞ്ഞി പോലെ തന്നെയാണ് നമുക്കിവിടെ കറക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഇടിയപ്പം ഞാൻ ഇതുപോലെ ഒന്ന് കറക്കി എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവിയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇടിയപ്പം ഞാനിന്നിവിടെ കറക്കി എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിപ്പത്തിലാണ്. അതുകൊണ്ട് ഞാൻ ഓരോന്നും വെച്ച് കൊടുത്തിട്ട് തന്നെയാണ് വേവിച്ചെടുക്കാനും പോകുന്നത്. ഇതിനായിട്ടൊരു ആവിപ്പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രത്തിൽ നന്നായിട്ട് ആവി വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഓരോ ഇടിയപ്പവും വെച്ച് കൊടുത്തിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ വേവിച്ചെടുക്കാവുന്നതാണ്. ഞാനിന്ന് വീഡിയോയിൽ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരെണ്ണം വെച്ച് വേവിച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾ വീടുകളിലൊക്കെ ചെയ്യുമ്പോൾ 3-4 എണ്ണം അടുക്കി വെച്ചിട്ട് ഒരുപോലെ തന്നെ വേവിച്ചെടുക്കാവുന്നതാണ്. ഇടിയപ്പം മാറ്റി കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് ഇതിലേക്ക് തന്നെ വേവിച്ചെടുക്കാൻ വെച്ച് കൊടുക്കാം. അതിനുശേഷം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കൊന്ന് അടർത്തിയും കൂടി എടുക്കാം. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ നമ്മുടെ ഇടിയപ്പം നമുക്കിവിടെ വേവിച്ചെടുക്കാൻ സാധിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇടിയപ്പം വേവിച്ചെടുക്കുമ്പോൾ ഇലയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ട് വേവിച്ച ഉടനെ തന്നെ നമുക്ക് അടർത്തി മാറ്റേണ്ടതാണ്. അങ്ങനെ നമ്മുടെ പഞ്ഞിക്കെട്ട് പോലുള്ള നമ്മുടെ സുന്ദരി കുട്ടി ഇടിയപ്പം ഇവിടെ റെഡിയായിട്ടുണ്ട്. കയ്യിലെടുത്താൽ പൊട്ടിപ്പോകും വിധമാണ് നമുക്കിത് വേവിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇന്നത്തെ നമ്മുടെ വീഡിയോയും കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്രദമായി എന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കൂടിയെത്താം. അതുവരെ ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ വീണ്ടും കാണാം.